പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ വലിയ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പ്രഭാത ശുശ്രൂഷയിൽ ലഭിച്ച അവസരത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട മത്തായി സാറിനോടും ജോസഫ് സാറിനോടും നിങ്ങൾ എല്ലാവരോടും പ്രത്യേകമായിട്ട് നന്ദി അറിയിക്കുന്നു. ഈ ദൈവത്തിനുള്ളിൽ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശു ക്രിസ്തുവിന്റെ നാമത്തുള്ള സ്നേഹാഭിവാദനങ്ങൾ അർപ്പിക്കുന്നു. ഈ ദിവസങ്ങളിൽ 4 രാവിലെ ദൈവവചനത്തിലൂടെ ധ്യാനിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നതായിട്ടുള്ള വിഷയം കർത്താവിന്റെ പുനരാഗമനം എന്നുള്ളതായിരിക്കുന്ന വിഷയമാണ്. ആ വിഷയം വളരെയേറെ പ്രാധാന്യം അർഹിക്കുന്നതും ഒത്തിരി ശ്രദ്ധിക്കേണ്ടതുമായിട്ടുള്ളൊരു വലിയ വിഷയമാണ്. അത് ഈ 4 ദിവസം കൊണ്ടൊന്നും പറഞ്ഞാലും തീരാത്തതായിട്ടുള്ള ഒരു വലിയ വിഷയമാണ്. അതുകൊണ്ട് ആ വിഷയത്തിൻ്റെ ചില ഭാഗങ്ങളിലേക്ക് മാത്രം കടക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. പൂർണ്ണമായി പറയാനായിട്ടുള്ളതായിരിക്കുന്ന പരിജ്ഞാന കുറവുണ്ട്, അതുപോലെ തന്നെ സമയത്തിൻ്റെ കുറവുണ്ട്. പ്രത്യേകമായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം. പല ദൈവദാസന്മാരുടെ പ്രഭാഷണങ്ങളിൽ നിന്നും പല പുസ്തകങ്ങൾ റെഫർ ചെയ്തതിനകത്തുനിന്നും ഒക്കെ ലഭിച്ചിട്ടുള്ളതായിരിക്കുന്ന പരിമിതമായിരിക്കുന്ന ഒരു അറിവ് നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ്. പ്രത്യേകമായി പ്രാർത്ഥനയിൽ ഓർക്കണമേ അപേക്ഷിക്കുന്നു. പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, നിന്റെ വചനത്താൽ ഞങ്ങളെ ധന്യരാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കേൾക്കുന്ന എല്ലാവരും ഒരുപോലെ അനുഗ്രഹിക്കപ്പെടുവാൻ കർത്താവ് കൃപ നൽകണമേ. കർത്താവ് ദൈവനാമം ഞങ്ങളുടെ മഹത്വത്തോടെ ഇടയാക്കണമേ. യേശു ക്രിസ്തുവിന്റെ നാമത്തെ ഞങ്ങളുടെ പ്രാർത്ഥനയെ കേൾക്കുമാറാകണമേ. ഈ ദിവസങ്ങളിലെ ഒന്നിച്ചുള്ളതായിരിക്കുന്ന ഈ ധ്യാനത്തിനായിട്ട് എബ്രായ ലേഖനം 9-ാം അധ്യായത്തിന്റെ 24 മുതൽ 28 വരെയുള്ള വാക്യങ്ങളാണ് ആധാരമായി എടുക്കുവാൻ ആഗ്രഹിക്കുന്നത്. എബ്രായ ലേഖനം 9-ാം അധ്യായത്തിന്റെ 24 മുതൽ വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. ക്രിസ്തു വാസ്തവമായതിന്റെ പ്രതിബിംബമായി കൈപ്പണിയായ വിശുദ്ധ മന്ദിരത്തിലേക്കല്ല, ഇപ്പോൾ നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പ്രത്യക്ഷനാവാൻ സ്വർഗത്തിലേക്കത്രേ പ്രവേശിച്ചത്. മഹാപുരോഹിതൻ ആണ്ടുതോറും അന്യരക്തത്തോടുകൂടെ വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിക്കുന്നത് പോലെ അവൻ തന്നെത്താൻ കൂടെ അർപ്പിപ്പാൻ ആവശ്യമില്ല. അങ്ങനെയായാൽ ലോകസ്ഥാപനം മുതൽക്ക് അവൻ പലപ്പോഴും കഷ്ടമനുഭവിക്കേണ്ടിയിരുന്നു. എന്നാൽ അവൻ ലോകാവസാനത്തിൽ സ്വന്തം യാഗം കൊണ്ട് പാപപരിഹാരം വരുത്തുവാൻ ഒരിക്കൽ പ്രത്യക്ഷനായി. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധി മനുഷ്യർക്ക് നിയമിച്ചിരിക്കയാൽ ക്രിസ്തുവും അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു. തനിക്കായി കാത്തു നിൽക്കുന്നവരെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമതും പ്രത്യക്ഷനാകും. എബ്രായ ലേഖനത്തിന്റെ 9-ാം അധ്യായത്തിന്റെ 24 വാക്യങ്ങളിൽ യേശു ക്രിസ്തുവിന്റെ 3 പ്രത്യക്ഷതയെക്കുറിച്ചാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. യേശു ക്രിസ്തു 3 പ്രത്യക്ഷതയെക്കുറിച്ചുള്ളതായിരിക്കുന്ന വിഷയം ആമുഖമായി ഈ രാവിലെ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. മടങ്ങിവരവ് എന്ന് പറയുമ്പോൾ സ്ഥലത്തുണ്ടായിരുന്നയാൾ കടന്നുപോയി തിരികെ വരും എന്നുള്ളതായിരിക്കുന്ന വാക്കിന്റെ അർത്ഥമാണ് മടങ്ങിവരും എന്നുള്ളത്. വിശുദ്ധ വേദപുസ്തകത്തിൽ യേശുക്രിസ്തുവിന്റെ 3 പ്രത്യക്ഷതയെ ഓർപ്പെടുത്തിയല്ലോ. എബ്രായ ലേഖനത്തിൽ വായിച്ചതായിട്ടുള്ള ഭാഗത്തോടെ കാണുവാനായിട്ട് കഴിയും. അത് 3 ഭാഗങ്ങൾ, 3 ടോപ്പിക്കായിട്ട് ഞാൻ ഓർപ്പിക്കാനായിട്ട്. 1, അവൻ പ്രത്യക്ഷനായി. 2, പ്രത്യക്ഷനാകുന്നു. 3, പ്രത്യക്ഷനാകും. 1-ാമത്തെ ഭാഗം യേശുക്രിസ്തു പ്രത്യക്ഷനായി. ചരിത്രത്തിന്റെ താളുകളിൽ ചരിത്രത്തെ 2ആയി തിരിച്ച് AD എന്നും BC എന്നും ക്രിസ്തുവിന് മുൻപ് ക്രിസ്തുവിന് പിൻപ് എന്ന് ചരിത്രത്തെ 2ആയി തിരിച്ച ഏക ചരിത്ര പുരുഷൻ യേശു ക്രിസ്തു മാത്രമാണ്. അനേകരെ ചരിത്ര പുരുഷന്മാരെന്ന് പറയുമെങ്കിലും യഥാർത്ഥമായി ചരിത്ര പുരുഷൻ എന്ന് പറയുന്നത് യേശു ക്രിസ്തുവാണ്. ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ അവന്റെ സ്റ്റോറി ഹിസ്റ്റോറി എന്നാണ്. അപ്പോൾ ചരിത്രത്തെ 2ആയി തിരിച്ചു. യേശു ക്രിസ്തുവിന്റെ ലോകത്തിലുള്ളതായിരിക്കുന്ന പ്രത്യക്ഷത ആർക്കും നിഷേധിക്കാനാവാത്ത ചരിത്ര യാഥാർത്ഥ്യമായി നിൽക്കുകയാണ്. വിശുദ്ധ ബൈബിളിൽ ശ്രദ്ധിക്കുമ്പോൾ യേശുക്രിസ്തുവിന്റെ ഈ പ്രത്യക്ഷതയിലൂടെ 3 കാര്യങ്ങൾ നിവർത്തിക്കപ്പെടുകയായിരുന്നു. 3 കാര്യങ്ങൾ പ്രധാനപ്പെട്ടത്. 1, പ്രവചനങ്ങളുടെ നിവൃത്തി. ഉൽപ്പത്തി പുസ്തകം മുതൽ മലാക്കി പ്രവചനം വരെയുള്ളതായിരിക്കുന്ന ഭാഗങ്ങളിൽ 300-ലധികം പ്രവചനങ്ങൾ നിവർത്തിക്കപ്പെട്ടതായി നാം പഠിക്കുന്നു. അപ്പോൾ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിലൂടെ 1-ാമതായി പ്രവചനങ്ങൾ നിവർത്തിക്കപ്പെടുകയായിരുന്നു. 2-ാമത് സാത്താന്റെ തലയെ തകർക്കുവാനായിട്ടാണ് കർത്താവ് പ്രത്യക്ഷനായത്. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യം മുതൽ പ്രകാരം വായിക്കുന്നു. ഞാൻ നിനക്കും സ്ത്രീക്കും നിന്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും തമ്മിൽ ശത്രുത്വം ഉണ്ടാക്കും. അവൻ നിന്റെ തല തകർക്കും, നീ അവന്റെ കുതികാൽ തകർക്കും. ഇവിടെ യഹോവയായ ദൈവം സാത്താനോട് പറയുന്നതായിട്ടുള്ള ഒരു ഭാഗമാണ് ഇവിടെ വായിക്കുന്നത്. വേദപുസ്തകത്തിൽ പിശാചിന് 3 ആളത്വത്തിന്റെ അംഗീകാരം നൽകിയിട്ടുണ്ട്. 1, പാമ്പ്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അവിടെ 15-ാം വാക്യത്തിൽ ഞാൻ നിനക്കും സ്ത്രീക്കും നിന്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും തമ്മിൽ ശത്രുത്വം ഉണ്ടാക്കും. അവൻ നിന്റെ തല തകർക്കും, നീ അവന്റെ കുതികാൽ തകർക്കും. സ്ത്രീയുടെ സന്തതി എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിനെ കുറിച്ചാണ്.
യേശുക്രിസ്തു നിന്റെ തല തകർക്കും, സാത്താന്റെ തല തകർക്കും. രണ്ട്, നീ അവന്റെ കുതികാൽ തകർക്കും. അത് കാൽവറി ക്രൂശിൽ അത് വെളിപ്പെട്ടതായി കാണുവാനായിട്ട് കഴിയും. അപ്പോൾ ഇവിടെ യേശുക്രിസ്തുവിന്റെ ലോകത്തിലേക്കുള്ളതായിരിക്കുന്ന പ്രത്യക്ഷതയുടെ ഒന്നാമത്തെ പ്രത്യക്ഷതയിൽ രണ്ടാമത്തെ ഭാഗം സ്ത്രീയുടെ സന്തതിയായി വെളിപ്പെട്ട് സാത്താന്റെ തലയെ തകർക്കുന്നതായിട്ടുള്ള ആ സംഭവം പൂർത്തീകരിക്കപ്പെടുന്നതിന് വേണ്ടിയാണ്. കാൽവറിയിൽ കർത്താവായ യേശുക്രിസ്തു പിശാചിന്റെ തല തകർത്തു. ഇപ്പോൾ വാലിട്ടിങ്ങനെ അനക്കിക്കൊണ്ടിരിക്കുകയാണ്. വേദപുസ്തകം പഠിക്കുമ്പോൾ അവന് പൂർണ്ണമായി പ്രവർത്തിക്കാൻ ഇപ്പോൾ സാധിക്കുന്നില്ല. അതിന് പിന്നീടുള്ളതായിരിക്കുന്ന വിഷയങ്ങളിൽ ഞാൻ സൂചിപ്പിക്കാം. അപ്പോൾ ഇവിടെ രണ്ടാമതായി സാത്താന്റെ തലയെ തകർക്കുവാനായിട്ട് കർത്താവ് ലോകത്തിലേക്ക് കടന്നു വന്നു. മൂന്നാമതായിട്ട് സങ്കീർത്തന പുസ്തകം പഠിക്കുമ്പോൾ 40-ാം സങ്കീർത്തനത്തിന്റെ 7-ാമത്തെ വാക്യം മുതൽ നാം ഇപ്രകാരം വായിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ വരുന്നു, പുസ്തക ചുരുളിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു. എന്റെ ദൈവമേ, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു, നിന്റെ ന്യായപ്രമാണം എന്റെ ഉള്ളിൽ ഇരിക്കുന്നു. 40-ാം സങ്കീർത്തനത്തിൽ പ്രവാചക ആത്മാവിൽ നിന്നുകൊണ്ട് യേശുക്രിസ്തുവിന്റെ ഒന്നാമത്തെ വരവിനെ കുറിച്ചുള്ളതായിരിക്കുന്ന ദൈവത്തിന്റെ ഹിതം എന്ത് എന്നുള്ളതായിരിക്കുന്ന വിഷയം വെളിപ്പെടുത്തുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ വരുന്നു, പുസ്തക ചുരുളിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു. എപ്പോൾ? അപ്പോൾ എന്നുള്ള വാക്കിന് ഒരു വലിയ അർത്ഥമുണ്ട്. അതിന്റെ മറുപടി 6-ാമത്തെ വാക്യത്തിൽ, ഹനനയാകവും ഭോജനയാകവും നീ ഇച്ഛിച്ചില്ല, നീ ചെവികളെ എനിക്ക് തുളച്ചിരിക്കുന്നു, ഹോമയാകവും പാപയാകവും നീ ചോദിച്ചില്ല. അപ്പോൾ മനുഷ്യൻ തന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി അർപ്പിച്ചു വന്നിരുന്ന യാഗാദി കർമ്മങ്ങളും ആചാരാനുഷ്ഠാനങ്ങളും അമ്പെ പരാജയപ്പെട്ടപ്പോൾ അപ്പോൾ ഞാൻ വരുന്നു, പുസ്തക ചുരുൾ എന്നെ കുറിച്ച് യേശുക്രിസ്തുവിന്റെ ചരിത്രത്തിലുള്ളതായിരിക്കുന്ന ഒന്നാമത്തെ വരവിൽ യാദൃശ്യമായിട്ടുള്ളതല്ല, പ്രവാചകന്മാരിലൂടെ എഴുതപ്പെട്ട എഴുത്തിന്റെ നിവൃത്തിയാണ് പുസ്തക ചുരുളിൽ. ഈ പുസ്തക ചുരുൾ ഏതാണ്? അത് വേറൊരു വിഷയമാണ്. ഞാൻ ആ ഭാഗം അവിടെ വിടുകയാണ്. അപ്പോൾ 40-ാം സങ്കീർത്തനത്തിന്റെ 7-ാമത്തെ വാക്യത്തിൽ പുസ്തക ചുരുളിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു. യേശുക്രിസ്തു വന്നത് മനുഷ്യവർഗത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് നിവൃത്തിക്ക് വേണ്ടിയാണ്. 6-ാമത്തെ വാക്യം മുതൽ നാം അത് ശ്രദ്ധിക്കുന്നുണ്ട്. എല്ലാ മനുഷ്യ പാപപരിഹാരത്തിന് വേണ്ടി അനുഷ്ഠിച്ചു വന്നതായിട്ടുള്ള എല്ലാ കർമാചാരങ്ങളും പരാജയപ്പെട്ടപ്പോൾ അപ്പോൾ ഞാൻ വരുന്നു, പുസ്തക ചുരുളിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു. അപ്പോൾ യേശുക്രിസ്തുവിന്റെ ചരിത്രത്തിലുള്ളതായിരിക്കുന്ന ഒന്നാമത്തെ വരവിലൂടെ 3 കാര്യങ്ങൾ നിവർത്തിക്കപ്പെടുകയായിരുന്നു. ആവർത്തിക്കട്ടെ. 1, പ്രവചനങ്ങൾ നിവർത്തിക്കപ്പെട്ടു. 2, സാത്താന്റെ തലയെ തകർത്തു. 3, മനുഷ്യവർഗത്തിന്റെ വീണ്ടെടുപ്പ് അഥവാ പാപമോചനം ക്രൂശിലൂടെ കർത്താവ് പ്രഖ്യാപിച്ചു. രണ്ടാമത്തെ ഭാഗം, അവൻ പ്രത്യക്ഷനാകുന്നു. യേശുക്രിസ്തു കാൽവറിയിൽ മരിച്ചു, അരിമത്തക്കാരി യോസേപ്പിന്റെ കല്ലറയിൽ അടക്കം ചെയ്തു, 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. 40 നാളോളം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി. 40-ാം ദിവസം യെരുശലേമിന്റെ കിഴക്കുള്ള ഒലിവുമലയിൽ വെച്ച് ശിഷ്യന്മാർ കാണുക സ്വർഗാരോഹണം ചെയ്യുകയാണ്. കർത്താവ് ഇപ്പോൾ സ്വർഗത്തിൽ പ്രത്യക്ഷനായിരിക്കുകയാണ്. എബ്രായ ലേഖനത്തിൽ അത് വിശദമാക്കുന്നുണ്ട്. യേശുക്രിസ്തു ഇപ്പോൾ സ്വർഗത്തിൽ പ്രത്യക്ഷനായിരിക്കുന്നത് മൂലം 3 കാര്യങ്ങൾ നിവർത്തിക്കപ്പെടുകയായിരുന്നു. 1, യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നുണ്ട്. എന്നാൽ ഞാൻ നിങ്ങളോട് സത്യം പറയുന്നു, ഞാൻ പോകുന്നു നിങ്ങൾക്ക് പ്രയോജനം. ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല. ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുക്കൽ അയക്കും. ശിഷ്യന്മാരുടെ കർത്താവ് പറയുന്നു, ഞാൻ പോകുന്നു നിങ്ങൾക്ക് പ്രയോജനം. വളരെ പ്രയോജനകരമായ പ്രതീക്ഷയോടെ ശിഷ്യന്മാരോട് പറയുന്നു, നിങ്ങളിപ്പോൾ പ്രതീക്ഷിക്കുന്ന ഈ പ്രയോജനകരമായ കാര്യങ്ങളെക്കാൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങൾക്ക് നൽകാനായിട്ട് പോവുകയാണ്. ഞാൻ പോകുന്ന നിങ്ങൾക്ക് പ്രയോജനം, ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല. അപ്പോൾ കർത്താവ് ഇപ്പോൾ സ്വർഗത്തിൽ പ്രത്യക്ഷനായിരിക്കുന്നത് മൂലം തൃത്വത്തിൽ 3-ാമനായ പരിശുദ്ധാത്മാവിനെ ലോകത്തിലേക്ക് കർത്താവ് അയച്ചു തന്നു. കർത്താവ് പിതാവിന്റെ സന്നിധിയിൽ 50-ാം ദിവസം തേജസ്കരിക്കപ്പെടുമ്പോൾ മാത്രമാണ് പരിശുദ്ധാത്മാവിനെ ലഭിക്കുന്നത്. അതിന്റെ വിശദീകരണത്തിലേക്ക് പോകാൻ സമയമെടുക്കുന്നില്ല. കർത്താവ് 50-ാം ദിവസം പിതാവിന്റെ സന്നിധിയിൽ തേജസ്കരിക്കപ്പെട്ടപ്പോൾ പെന്തക്കോസ്ത് നാളിൽ സെഹിയോൻ മാളികമുറിയിൽ കൂടിയിരുന്ന 120 പേരുടെ കൂട്ടത്തിന്റെ നടുവിലേക്ക് 3 അടയാളത്തോടുകൂടെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്നു. പരിശുദ്ധാത്മാവിനെ കർത്താവ് നൽകുന്നതിന് വേണ്ടി സ്വർഗത്തിൽ പ്രത്യക്ഷനായി. രണ്ടാമത്തെ ഭാഗം, ഇപ്പോൾ അവൻ സ്വർഗത്തിൽ പ്രത്യക്ഷനായിരിക്കുന്നത് മൂലം രണ്ടാമതായി നമുക്ക് മധ്യസ്ഥനെ ലഭിക്കുകയായിരുന്നു. തിമോഥെയോസിന്റെ 1-ാം ലേഖനം 2-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യത്തിൽ പ്രകാരം വായിക്കുന്നു, ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ, എല്ലാവർക്കും വേണ്ടി മറുവലിയായി തന്നെത്താൻ കൊടുത്ത മനുഷ്യനായ ക്രിസ്തു യേശു തന്നെ. ഇവിടെ മധ്യസ്ഥനായി കർത്താവ് പിതാവിന്റെ സന്നിധിയിൽ ഇപ്പോൾ നിൽക്കുകയാണ്. വേദപുസ്തകം പഠിച്ചാൽ മധ്യസ്ഥൻ ഒരുവൻ മാത്രമേ ഉള്ളൂ. അതാരാണ്?
എല്ലാവർക്കും വേണ്ടി മറുവിലയായി തന്നെത്താൻ കൊടുത്ത മനുഷ്യനായ ക്രിസ്തു യേശു തന്നെ എന്ന് പൗലോസ് വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് വേണ്ടി പിതാവിന്റെ സന്നിധിയിൽ മധ്യസ്ഥനായി നിൽക്കുകയാണ്. മൂന്നാമതായി യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 1 മുതൽ വാക്യങ്ങളിൽ വായിക്കുമ്പോൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്: നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിൽ വിശ്വസിപ്പീൻ. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങൾ ഉണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങൾ ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. കർത്താവ് ഇപ്പോൾ സ്വർഗത്തിൽ പ്രത്യക്ഷനായിരിക്കുന്നത് മൂലം മൂന്നാമതായി ഭവനം നമുക്ക് വേണ്ടി ഒരുക്കുകയാണ്. നിർമ്മിക്കുവാനല്ല പോയത്, പിന്നെയോ ഈ ഭൂമിക്ക് വൃത്തം വരയ്ക്കുന്നതിന് മുൻപ് നമുക്ക് വേണ്ടി നിർമ്മിച്ചതായിട്ടുള്ള ഭവനം മോഡിഫൈ ചെയ്യാൻ, ഒരുക്കുവാനാണ് കർത്താവ് ഇപ്പോൾ പോയിരിക്കുന്നത്. അത് മനസ്സിലാക്കണമെങ്കിൽ ഒന്നുകൂടെ ശ്രദ്ധിക്കാം. ഈ ഭവനം എപ്പോൾ നിർമ്മിച്ചു? അത് വലിയ പ്രസക്തമായ ഒരു വലിയ വിഷയമാണ്. 20-ാം തലമുറയിൽപ്പെട്ട അബ്രഹാം, ആദം മുതൽ 20-ാം തലമുറയിൽപ്പെട്ട അബ്രഹാമിന് സ്വർഗത്തിലെ ദൈവം ഒരു വലിയ കാഴ്ചപ്പാട് നൽകി. എബ്രായ ലേഖനം പഠിക്കുമ്പോൾ അവിടെ എഴുതിയിട്ടുണ്ട്, വിശ്വാസത്താൽ അബ്രഹാം വാഗ്ദത്ത ദേശത്ത് ചെന്നു, വാഗ്ദത്തത്തിന് കൂട്ടവകാശികളായി ഇസ്ഹാക്കിനോടും യാക്കോബിനോടും കൂടെ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ദൈവശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുമായ നഗരത്തിനായി കാത്തിരുന്നു. ആദം മുതൽ 20-ാം തലമുറയിൽപ്പെട്ട അബ്രഹാമിന് ദൈവം നൽകിയതായിട്ടുള്ള വലിയ കാഴ്ചപ്പാടായിരുന്നു. യുഗങ്ങൾക്ക് മുന്നമേ ഒരു ഭവനം ദൈവം നിർമ്മിച്ചു. ആ ഭവനം നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി ദൈവം നിർമ്മിച്ചിരിക്കുന്നതായിട്ടുള്ള ഭവനം ഇപ്പോൾ കർത്താവ് ഒരുക്കുകയാണ്. നമുക്ക് വേണ്ടിയുള്ള ഭവനത്തിന്റെ ഒരുക്കം പൂർത്തിയാകുമ്പോൾ നമ്മെ ആ ഭവനത്തിലേക്ക് കർത്താവ് ചേർക്കും. ഇപ്പോൾ സ്വർഗത്തിൽ പ്രത്യക്ഷനായിരിക്കുന്നത് മൂലം 3 കാര്യങ്ങൾ കർത്താവ് നിവർത്തിക്കുകയാണ്. 1, പരിശുദ്ധാത്മാവിനെ നമുക്ക് വേണ്ടി നൽകി. 2, മധ്യസ്ഥനായി ഇപ്പോൾ നിൽക്കുന്നു. 3, നമുക്ക് വേണ്ടി ഭവനം ഒരുക്കുകയാണ്. ഇനി 3-ാമത്തെ ഭാഗം പ്രത്യക്ഷനാകും. 1 പ്രത്യക്ഷനായി, 2 പ്രത്യക്ഷനാകുന്നു, പ്രത്യക്ഷനാകും. ഇനി ലോകത്തിലെ വലിയ സംഭവമായി നടക്കാൻ പോകുന്നത് കർത്താവ് യേശുക്രിസ്തുവിന്റെ പുനരാഗമനമാണ്, അവന്റെ വീണ്ടും വരവാണ്. അതൊരു വലിയ ചരിത്ര യാഥാർത്ഥ്യമായി നിൽക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. അവൻ പ്രത്യക്ഷനാകുമ്പോൾ 3 കാര്യങ്ങൾ നിവർത്തിക്കപ്പെടണം. 1, നിവർത്തിക്കപ്പെടുവാനുള്ളതായിരിക്കുന്ന പ്രവചനങ്ങൾ നിവർത്തിക്കപ്പെടണം. 1-ാമത്തെ വരവിൽ നിവർത്തിക്കപ്പെട്ട പ്രവചനങ്ങളുടെ ബാക്കിയുള്ള പ്രവചനങ്ങൾ പൂർണ്ണമായി നിവർത്തിക്കപ്പെട്ടേ മതിയാകുകയുള്ളൂ. കർത്താവ് പറഞ്ഞു, ന്യായപ്രമാണത്തെ നീക്കാനല്ല നിവർത്തിക്കാൻ അത്രേ വന്നത് എന്ന് കർത്താവ് പറഞ്ഞു. അപ്പോൾ യേശുക്രിസ്തുവിലൂടെ നിവർത്തിക്കപ്പെടേണ്ടതായിരിക്കുന്ന എല്ലാ പ്രവചനങ്ങളും നിവർത്തിക്കപ്പെട്ടേ മതിയാകുകയുള്ളൂ. അപ്പോൾ ബാക്കി നിവർത്തിക്കപ്പെടാനുള്ള പ്രവചനങ്ങൾ നിവർത്തിക്കപ്പെടുവാനായി കർത്താവ് മടങ്ങി വരും. 2, അവൻ പ്രത്യക്ഷനാകുന്നത് മൂലം ശരീരത്തിന്റെ രൂപാന്തരം സംഭവിക്കും. ഈ ലോകത്തിൽ ജീവിക്കുന്ന ദൈവമക്കൾ ശരീരത്തിൽ രൂപാന്തരം സംഭവിക്കും. കർത്താവ് പുനരാഗമനം നടക്കുമ്പോൾ ക്രിസ്തുവിൽ മരിച്ച വിശുദ്ധന്മാർ ഉയർത്തെഴുന്നേൽക്കും, ജീവനോടെ ഇരിക്കുന്നവർ രൂപാന്തരപ്പെടും. തെസ്സലോനിക്ക ലേഖനത്തിൽ അത് രേഖപ്പെടുത്തുന്നുണ്ട്. തുടർന്നുള്ളതായിരിക്കും ദിവസങ്ങളിൽ ഞാൻ അതിന്റെ വിശദീകരണം പറയാം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ആ ഭാഗം അങ്ങനെ നിർത്തട്ടെ. അപ്പോൾ കർത്താവ് പ്രത്യക്ഷനാകുമ്പോൾ 2-ാമത് ശരീരത്തിന്റെ രൂപാന്തരം സംഭവിക്കും. ഈ ദ്രവത്വമുള്ളത് അദ്രുത്വത്തെ പ്രാപിക്കും, ഈ മർത്യമായത് അമർത്യത്തെ ധരിക്കും. നമ്മുടെ ശരീരം രൂപാന്തരപ്പെട്ട കർത്താവിനെ പോലെ ആയിത്തീരും. യോഹന്നാന്റെ ലേഖനത്തിൽ നാം വായിക്കുമ്പോൾ 3-ാം അധ്യായത്തിൽ വരുമ്പോൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്: കാൺമീൻ, നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് അത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. പ്രിയമുള്ളവരെ, നാം ദൈവമക്കളാകുന്നു. നാം ഇന്നതാകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായിട്ടില്ല. എന്നാൽ അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കുമ്പോൾ കാണുന്നതാകൊണ്ട് അവനോട് സദൃശന്മാരായി തീരും. അപ്പോൾ ഇവിടെ നമ്മുടെ ഈ ശരീരം, താഴ്ചയുള്ളതായിരിക്കുന്ന ഈ ശരീരം, ദ്രവത്വമുള്ളതായിരിക്കുന്ന ഈ ശരീരം, വികൃതമായിരിക്കുന്ന ഈ ശരീരം, ദുർഗന്ധമൊപ്പിക്കുന്നതായിട്ടുള്ള ഈ ശരീരം രൂപാന്തരപ്പെട്ട് തേജസ്സുള്ളതായി മാറ്റപ്പെടും. അതെപ്പോൾ? കർത്താവിന്റെ 2-ാമത്തെ വരവിൽ സംഭവിക്കും. അപ്പോൾ യേശുക്രിസ്തു ഇനി പ്രത്യക്ഷനാകുമ്പോൾ 1, പ്രവചനങ്ങൾ നിവർത്തിക്കപ്പെട്ട് പൂർണ്ണമാക്കപ്പെടണം. 2, ഈ ശരീരത്തിന്റെ രൂപാന്തരം സംഭവിക്കണം. 3, ലോകത്തിന്റെ ഭരണം ഏറ്റെടുക്കണം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 32-ാം അധ്യായത്തിൽ വരുമ്പോൾ ഒരു രാജാവ് നീതിയോടെ വാഴും. വളരെ വ്യക്തമായി പ്രവാചകൻ രേഖപ്പെടുത്തി. 32-ാം അധ്യായത്തിൽ ഒരു രാജാവ് നീതിയോടെ വാഴും, പ്രഭുക്കന്മാർ ന്യായത്തോടെ അധികാരം നടത്തും. ഓരോരുത്തൻ കാറ്റിന് ഒരു മറവും പിശറിന് ഒരു സങ്കേതവുമായി വരണ്ട നിലത്ത് നീർത്തോടുകൾ പോലെയും ക്ഷീണമുള്ള ദേശത്തെ വൻപാറയുടെ താണൽ പോലെയും ഇരിക്കും. ഇവിടെ ഓരോരുത്തൻ എന്നുള്ളത്
ശരിയായ ട്രാൻസ്ലേഷൻ എടുക്കുമ്പോൾ ഒരുത്തൻ ഒരുവൻ എന്നാണ്. അത് യേശുക്രിസ്തുവിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരു രാജാവ് നീതിയോടെ വാഴും. ഈ ലോകത്തിന്റെ ഭരണം ഏറ്റെടുക്കുവാനായി കർത്താവ് ലോകത്തിലേക്ക് മടങ്ങി വരും. അതിനു മുമ്പായി എല്ലാ പാർട്ടിക്കാർക്കും മാനുഷികമായ ഭരണവ്യവസ്ഥകൾ ദൈവം നൽകിയിട്ടുണ്ട്. എല്ലാ പാർട്ടിക്കാർക്കും മാറി മാറി ഭരിക്കാനുള്ളതായിരിക്കുന്ന അവസരം കർത്താവ് നൽകിക്കൊണ്ടിരിക്കുകയാണ്. രാജത്വത്തിന്മേൽ അധികാരം നടത്തുന്ന ദൈവമാണെന്ന് ദൈവത്തെ നമ്മെ പഠിപ്പിക്കുന്നു. അപ്പോൾ ഈ ലോകത്തിന്റെ സകല ഭരണകർത്താക്കളെ നിയന്ത്രിക്കുന്നതും അവരെ ഭരണമേൽപ്പിക്കുന്നതും വലിയവനായ ദൈവമാണ്. അങ്ങനെ ഈ ലോകത്തിലെ എല്ലാ ഭരണവർഗങ്ങളും ഭരണകർത്താക്കളും എല്ലാ ഇസങ്ങളും പരാജയപ്പെടുമെന്ന് ലോകത്തിന് മുന്നിൽ വെളിപ്പെടുത്തേണ്ടത് ദൈവത്തിന്റെ വ്യവസ്ഥയാണ്. ഒരു രാജാവ് നീതിയോടെ വാഴും. സമത്വ സുന്ദരമായിരിക്കുന്ന സോഷ്യലിസ്റ്റ് വ്യവസ്ഥയിൽ അധിഷ്ഠിതമായിരിക്കുന്ന ഒരു നല്ല ഭരണം ഈ ലോകത്തിൽ നടത്തുവാനായി യേശുക്രിസ്തു മടങ്ങി വന്നേ മതിയാകുകയുള്ളൂ. അപ്പോൾ ഞാൻ 3 വിഷയം ഓർപ്പെടുത്തി. ഒന്ന്, യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷത. യേശുക്രിസ്തു പ്രത്യക്ഷനാകുന്നു, യേശുക്രിസ്തു പ്രത്യക്ഷനാകും. യേശുക്രിസ്തുവിന്റെ മടങ്ങിവരവിനെ സംബന്ധിച്ചുള്ളതായിരിക്കുന്ന ആമുഖത്തിൽ നാം അത് മനസ്സിലാക്കേണ്ടത് ആവശ്യമാകിയാൽ അത് ഞാൻ ഓർപ്പെടുത്തി എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ യേശുക്രിസ്തു മടങ്ങി വരും എന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുക. അത് അങ്ങനെ വിശ്വസിക്കുന്ന എല്ലാ ദൈവമക്കളും ദൈവത്തിന് സ്തോത്രം ചെയ്യാമോ? യേശുക്രിസ്തു രാജാവായി മടങ്ങി വരും. ദൈവത്തിന് സ്തോത്രം. അതെന്റെ പ്രത്യാശയാണ്, അതെന്റെ ജീവിതത്തിന്റെ പ്രതീക്ഷയാണ്. ദൈവത്തിന് സ്തോത്രം. ലോകത്തിന്റെ പ്രതീക്ഷയാണ്. ഇനിയും യേശുക്രിസ്തുവിന്റെ അക്ഷരികമായ വരവിനെ നിഷേധിക്കുന്നതായിട്ടുള്ള ചിന്തകന്മാർ ക്രൈസ്തവ മണ്ഡല നേതൃനിരകളിൽ ഉണ്ട് എന്ന വേദനയോടെ പറയാൻ ഈ അവസരത്തിൽ ഞാൻ ആഗ്രഹിക്കുകയാണ്. ആവർത്തിക്കട്ടെ, യേശുക്രിസ്തുവിന്റെ അക്ഷരികമായിരിക്കുന്ന വരവിനെ നിഷേധിക്കുന്നതായിട്ടുള്ള വേദചിന്തകന്മാർ, വേദശാസ്ത്ര പണ്ഡിതന്മാർ ഇന്ന് ക്രൈസ്തവ സമൂഹത്തിൽ ഉണ്ട് എന്നുള്ളത് വേദനയോടെ ഓർപ്പെടുത്തട്ടെ. ഞാൻ പല തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഈ വിഷയം പബ്ലിക്കിൽ പറയുന്നത്. വ്യക്തമായി എനിക്ക് ഉള്ള തെളിവുകളുടെ വെളിച്ചത്തിലാണ് പറയുന്നത്. യേശുക്രിസ്തുവിന്റെ വരവിനെ നിഷേധിക്കുന്നതായിട്ടുള്ള വേദചിന്തകന്മാർ പറയുന്നതായിട്ടുള്ള 1-2 ചിന്തകൾ നിങ്ങളുടെ മുൻപിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, പരിശുദ്ധാത്മാവ് ലോകത്തിൽ വന്നപ്പോൾ കർത്താവിന്റെ മടങ്ങിവരവായിരുന്നു എന്ന് പഠിപ്പിക്കുന്ന ഒരു കൂട്ടം ചിന്തകന്മാരുണ്ട്. അവരതിന് കൊടുക്കുന്നതായിട്ടുള്ള വ്യാഖ്യാനം, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് മൂവരും ആളത്വത്തിൽ ഒന്നാണ്. അപ്പോൾ ആളത്വത്തിൽ ഒന്നായിരിക്കുന്ന ഈ പരിശുദ്ധാത്മാവ് വന്നപ്പോൾ ആ കൂട്ടത്തിൽ തൃത്വ സംഗമം ആയിരുന്നു എന്ന് അവർ പഠിപ്പിക്കുന്നു. അപ്പോൾ കർത്താവ് ഈ ലോകത്തിൽ ഇപ്പോൾ ഉണ്ട് എന്നവര് പഠിപ്പിക്കുകയാണ്. മാത്രമല്ല, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട് എന്നുള്ളതായിരിക്കുന്ന വേദഭാഗം എടുത്തുകൊണ്ട് ഇതിനോട് ചേർത്ത് അവര് യേശുക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവിനെ, അക്ഷരികമായ വരവിനെ നിഷേധിക്കുന്നതായിട്ടുള്ള ചിന്തകന്മാരുണ്ട്. അത് കേൾക്കുമ്പോൾ ബലഹീന വിശ്വാസികൾ അത് ശരി എന്ന് ചിന്തിക്കുന്നതായിട്ടുള്ള ഒരു അനുഭവം കൂടെ ഉണ്ട് എന്ന് വേദനയോട് ഓർപ്പെടുത്തട്ടെ. എന്നാൽ യേശുക്രിസ്തു മടങ്ങി വരുമെന്ന് വളരെ വ്യക്തമായി അക്ഷരികമായി തന്നെ മടങ്ങി വരുമെന്ന് അനേക തെളിവുകൾ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. തുടർന്നുള്ള ദിവസങ്ങളിൽ ഞാൻ അതിന്റെ തെളിവുകളിലേക്ക് പോകാം എന്ന് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ യേശുക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവിന്റെ അക്ഷരികമായ വരവിനെ നിഷേധിക്കുന്നതായിട്ടുള്ള ഒന്നാമത്തെ ഒരു ചിന്ത, പരിശുദ്ധാത്മ വന്നപ്പോൾ കർത്താവ് വന്നു എന്നാണ് അവർ പഠിപ്പിക്കുന്നത്. തെറ്റായ ദുരുപദേശമാണ്. രണ്ടാമത് അവർ പഠിപ്പിക്കുന്നത്, ഒരുവൻ യേശുക്രിസ്തുവിനെ തന്റെ രക്ഷിതാവും കർത്താവുമായ ഹൃദയത്തിൽ സ്വീകരിക്കുമ്പോൾ അവന് വരേണ്ട ക്രിസ്തു അവന്റെ ഉള്ളിൽ വന്നു എന്നാണ് പഠിപ്പിക്കുന്നത്. ശ്രദ്ധിക്കണമേ, ഞാൻ യേശുക്രിസ്തുവിനെ എന്റെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുമ്പോൾ യേശുക്രിസ്തു എന്റെ ഉള്ളിൽ രാജാവായി വസിക്കുന്നു എന്ന് ഞാൻ പരസ്യമായി പറയുമ്പോൾ എനിക്ക് വരേണ്ട ക്രിസ്തു എന്റെ ഉള്ളിൽ വന്നു എന്ന് അവർ പഠിപ്പിക്കുന്നതായിട്ടുള്ള ഒരു ദുരുപദേശം ഉണ്ട്. ആത്മീയമായി ചിന്തിക്കുമ്പോൾ യേശുക്രിസ്തു എന്റെ ഉള്ളിൽ വസിക്കുന്നു, അത് ശരി തന്നെയാണ്. എന്നാൽ അവൻ അക്ഷരികമായി വരും എന്ന് വേദപുസ്തകം വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നു. മൂന്നാമതായി പത്രോസിന്റെ ലേഖനത്തിലേക്ക് കടന്നു വരും. പത്രോസിന്റെ 2-ാം ലേഖനം നാം വായിക്കുമ്പോൾ ഇപ്രകാരം വായിക്കുന്നത്, പത്രോസിന്റെ 2-ാം ലേഖനം 3-ാം അധ്യായത്തിന്റെ 1 മുതൽ വാക്യങ്ങളിൽ, പ്രിയമുള്ളവരെ, ഞാനിപ്പോൾ നിങ്ങൾക്ക് എഴുതുന്ന 2-ാം ലേഖനമല്ലോ, വിശുദ്ധ പ്രവാചകന്മാർ മുൻ പറഞ്ഞ വചനങ്ങളും നിങ്ങളുടെ അപ്പോസ്തലന്മാർ മുഖാന്തരം കർത്താവ് രക്ഷിതാവുമായവൻ തന്ന കൽപ്പനയും ഓർത്തുകൊള്ളണമെന്ന് ഈ ലേഖനം 2:4 ഞാൻ നിങ്ങളെ ഓർപ്പെടുത്തി നിങ്ങളുടെ പരമാർത്ഥ മനസ്സ് ഉണർത്തുന്നു. ഇനി ശ്രദ്ധിക്കണം, അവന്റെ പ്രത്യക്ഷതയുടെ വാഗ്ദത്തം എവിടെ? പിതാക്കന്മാർ നിദ്ര കൊണ്ട ശേഷം സകലവും സൃഷ്ടിയുടെ ആരംഭത്തിൽ ഇരുന്നത് പോലെ തന്നെ ഇരിക്കുന്നു എന്ന് പറഞ്ഞ് സ്വന്തം മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്ന പരിഹാസികൾ പരിഹാസത്തോടെ അന്ത്യകാലത്ത് വരുമെന്ന് വിശേഷാൽ അറിഞ്ഞുകൊള്ളുവിൻ. ഇവിടെ പത്രോസ് വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു,
യേശുക്രിസ്തുവിന്റെ അക്ഷരികമായ വരവിനെ നിഷേധിക്കുന്നതായിട്ടുള്ള ആളുകളെ പരിഹാസികൾ എന്ന് സംബോധന ചെയ്തുകൊണ്ടാണ് പത്രോസ് രേഖപ്പെടുത്തുന്നത്. 3-ാം വാക്യം, അവന്റെ പ്രത്യക്ഷത വാഗ്ദത്തം എവിടെ? പിതാക്കന്മാർ നിദ്ര കൊണ്ട ശേഷം സകലവും സൃഷ്ടിയുടെ ആരംഭത്തിൽ ഇരുന്നത് പോലെ തന്നെ ഇരിക്കുന്നു എന്ന് പറഞ്ഞ് സ്വന്തം മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്ന പരിഹാസികൾ പരിഹാസത്തോടെ അന്ത്യകാലത്ത് വരുമെന്ന് വിശേഷാൽ അറിഞ്ഞുകൊള്ളുവിൻ. ഇവിടെ യേശുക്രിസ്തുവിന്റെ വരവിനെ വേദപുസ്തക വെളിച്ചത്തിൽ പറഞ്ഞിരിക്കുന്നത് എങ്ങനെ സംഭവിക്കും, അനേക നാളുകളുണ്ടല്ലോ പറയുന്നു എന്ന് പറഞ്ഞ് പരിഹാസത്തോടെ ജീവിക്കുന്ന ഒരു കൂട്ടം ആളുകൾ പരിഹാസത്തോടെ ഇത് പറയും എന്ന് പത്രോസ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അന്ത്യകാലത്ത് വെളിപ്പെടും എന്ന് വിശേഷാൽ അറിഞ്ഞുകൊള്ളുവിൻ. ഇത് വളരെ പ്രസക്തമായിരിക്കുന്ന ഒരു ഭാഗമാണ്. അപ്പോൾ യേശുക്രിസ്തുവിന്റെ അക്ഷരികമായ വരവിനെ നിഷേധിക്കുന്നതായിട്ട് ഒരു കൂട്ടം ആളുകൾ പ്രകൃതിയുടെ വികൃതികളാണ് കാണുന്നത് എന്നൊക്കെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു കൂട്ടം ആളുകൾ. ഞാൻ പറയട്ടെ, യേശുക്രിസ്തുവിന്റെ പുനരാഗമനത്തെ സംബന്ധിച്ച് വളരെ വ്യക്തമായി സ്ഫുടമായി തെളിവുകളോടുകൂടെ വിശുദ്ധ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു. മാത്രമല്ല, ബൈബിൾ വെളിച്ചത്തിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ വിഷയങ്ങളെയും വേദപുസ്തക വെളിച്ചത്തിൽ ശ്രദ്ധിക്കുമ്പോൾ ഇന്ന് കാണുന്ന ലോകത്തിലെ സംഭവ വികാസങ്ങൾ മുഴുവനായി കർത്താവായ യേശുക്രിസ്തുവിന്റെ പുനരാഗമനത്തെ വളരെ വ്യക്തമായി പ്രഖ്യാപിക്കുന്നതായിട്ടുള്ള സംഭവങ്ങളാണെന്നും ഒക്കെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. ആട്ടെ, ഇനി കർത്താവ് വരാതിരുന്നാൽ എന്തായിരിക്കും സ്ഥിതി? വരാതിരുന്നാൽ, ഒന്ന്, ബൈബിൾ തെറ്റ് എന്ന് തെളിയിക്കപ്പെടും. ലോക ചരിത്രത്തിൽ ഇന്ന് വരെ സംഭവിച്ചിട്ടുള്ളതും ഇപ്പോൾ സംഭവിക്കുന്നതും മേലാൽ സംഭവിക്കാനുള്ളതുമായിരിക്കുന്ന എല്ലാ വിഷയങ്ങളെയും അരക്കെട്ട് ഉറപ്പിച്ച് പ്രഖ്യാപിച്ചിരിക്കുന്ന ലോകത്തിലെ ഏക ഗ്രന്ഥമാണ് വിശുദ്ധ ബൈബിൾ. 16 നൂറ്റാണ്ടുകൾ കൊണ്ട് 40ഓളം എഴുത്തുകാർ എഴുതപ്പെട്ട വിശുദ്ധ ബൈബിൾ പല രാജ്യങ്ങളിൽ, പല ഭാഷയിൽ, പല സംസ്കാരത്തിലുള്ളവർ എഴുതിയതായിട്ടുള്ള വിശുദ്ധ ബൈബിൾ ഒന്നായി കോർത്തിണക്കപ്പെട്ടതായിരിക്കുന്ന ദൈവത്തിന്റെ വചനം. ആകാശവും ഭൂമിയും മാറിയാലും മാറ്റപ്പെടത്തില്ല ദൈവത്തിന്റെ വചനം എന്ന് ഉറപ്പിച്ചു പറഞ്ഞിരിക്കുന്ന ദൈവത്തിന്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ ഇന്ന് നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. പ്രവചന വെളിച്ചത്തിൽ ഇന്ന് ലോകത്തിലെ എല്ലാ സംഭവങ്ങളുടെയും അടിസ്ഥാനം ബൈബിൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്. അത് പറഞ്ഞിരിക്കുന്ന അതുപോലെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ബൈബിൾ തെറ്റ് എന്ന് സമ്മതിക്കേണ്ടതായിട്ട് വരും കർത്താവ് വരാതെ ഇരുന്നാൽ. അത് വളരെ വ്യക്തമായി ഓർക്കുക. ആകാശം ഭൂമിയും മാറിയാലും മാറാത്ത ദൈവത്തിന്റെ വചനം ഒരു ഭരണകർത്താക്കൾക്കോ ഒരു ചിന്തകന്മാർക്കോ ഒരക്ഷരമെങ്കിലും മാറ്റാൻ കഴിയാത്തതായിട്ടുള്ള, ചരിത്രത്തിൽ ഇന്നും അതിന്റെ സജീവതയിൽ നിൽക്കുന്നതായിട്ടുള്ള വിശുദ്ധ ഗ്രന്ഥം, അത് അതുപോലെ പറഞ്ഞിരിക്കുന്ന സംഭവത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കർത്താവിന്റെ പുനരാഗമനം. സംഭവിച്ചേ മതിയാകുകയുള്ളൂ. മാത്രമല്ല, രണ്ടാമതായി പ്രത്യാശയോടെ മരിച്ചതായിട്ടുള്ള വിശ്വാസ വീരന്മാരുടെ ഭാവി എല്ലാം നശിച്ചു പോവും എന്ന് നാം ശ്രദ്ധിക്കണം കർത്താവ് വരാതെ ഇരുന്നാൽ. വിശ്വാസത്തിന് വേണ്ടി ധീരനായി പോരാടി വീരമൂർത്തി വരിച്ചതായിട്ടുള്ള രക്തസാക്ഷികളുടെ നീണ്ട നിര വിശുദ്ധ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിന്റെ 33 മുതൽ വാക്യങ്ങളിൽ നാം ഇപ്രകാരം ശ്രദ്ധിക്കുന്നു: വിശ്വാസത്താൽ അവർ രാജ്യങ്ങളെ അടക്കി, നീതി നടത്തി, വാഗ്ദത്തം പ്രാപിച്ചു, സിംഹങ്ങളുടെ വായ അടച്ചു, തീയുടെ ബലം കെടുത്തു, വാളിന്റെ വായ്ക്ക് തെറ്റി, ബലഹീനതയിൽ ശക്തി പ്രാപിച്ചു, യുദ്ധത്തിൽ വീരന്മാരായി തീർന്നു, അന്യന്മാരുടെ സൈന്യങ്ങളെ ഓടിച്ചു, സ്ത്രീകൾക്ക് തങ്ങളുടെ മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിന് തിരികെ കെട്ടി, മറ്റു ചിലർ ഏറ്റവും നല്ലൊരു ഉയർപ്പ് ലഭിക്കേണ്ടതിന് ഉദ്ധാരണം കൈക്കൊള്ളാതെ ഭേദ്യമേറ്റു, വേറെ ചിലർ പരിഹാസം, ചമ്മട്ടി, ചങ്ങല, തടവ് ഇവയാളുടെ പരീക്ഷ അനുഭവിച്ചു, കല്ലേറേറ്റു, ഈർച്ചവാളാൽ അറുക്കപ്പെട്ടു, പരീക്ഷിക്കപ്പെട്ടു, വാളാൽ കൊല്ലപ്പെട്ടു, ജടയാടുകളുടെയും കോലാടുകളുടെയും തോൽ ധരിച്ചു, ബുദ്ധിമുട്ടും ഉപദ്രവവും കഷ്ടവും സഹിച്ചു, കാടുകളിലും മലകളിലും ഗുഹകളിലും ഭൂമിയുടെ പിളർപ്പുകളിലും ഉഴന്നു വലഞ്ഞു, ലോകം അവർക്ക് യോഗ്യമായിരുന്നില്ല. ഇവിടെ വിശ്വാസത്തിന് വേണ്ടി പീഡനം അനുഭവിച്ചതായിട്ടുള്ള, പീഡിപ്പിക്കപ്പെട്ടതായിരിക്കുന്ന അനേക വിശ്വാസ വീരന്മാരുടെ നീണ്ട നിര രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ലോകത്തിന്റെ എല്ലാ വൻകരകളിലും ക്രിസ്തീയ മാർഗത്തിനു വേണ്ടി, യേശുക്രിസ്തുവിന് വേണ്ടി പീഡനം അനുഭവിക്കുന്ന, പ്രതികൂലം അനുഭവിക്കുന്ന, രക്തസാക്ഷികളായി വീണു മരിക്കുന്ന അനേക വിശ്വാസ വീരന്മാരുടെ നീണ്ട ചരിത്രം നമുക്ക് പഠിക്കുവാനായിട്ട് കഴിയും. അങ്ങനെ വിശ്വാസത്തിന് വേണ്ടി തങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ മടങ്ങിവരവിന് വേണ്ടി തന്റെ പ്രത്യാശയിൽ ജീവിതം മുൻപോട്ട് നയിച്ച ആയിരക്കണക്ക് ലക്ഷക്കണക്കായി വിശ്വാസികൾ പീഡനങ്ങൾ അനുഭവിച്ചുകൊണ്ട് മുൻപോട്ട് പോയി. അവരെ പീഡനം അനുഭവിച്ചതിന് പിന്നിലുള്ളതായിരിക്കുന്ന വികാരം എന്താണ്? ഇന്നും ഭാരതത്തിന്റെ മണ്ണിൽ ഉൾപ്പെടെ ലോകത്തിന്റെ അനേക രാജ്യങ്ങളിൽ വിശ്വാസത്തിന് വേണ്ടി നിൽക്കുന്ന അനേക പ്രിയപ്പെട്ടവർ പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഈ പീഡനങ്ങളെ
അഭിവരിച്ചുകൊണ്ട് സന്തോഷത്തോടു കൂടെ ചിരിച്ചുകൊണ്ട് അതിനെ സ്വീകരിക്കുന്നതിന് പിന്നിലുള്ളതായിരിക്കുന്ന വലിയൊരു വികാരം എന്ന് പറയുന്നത് യേശു ക്രിസ്തു രാജാവായി മടങ്ങി വരും. എൻ്റെ ഈ ഭൗതിക ശരീരം ഇവിടെ അവസാനിച്ചാൽ രൂപാന്തരപ്പെട്ടവനായി ഉയർത്തെഴുന്നേൽക്കും. ആ വലിയ പ്രത്യാശയുള്ള ദൈവമക്കളാണ് പീഡനങ്ങളുടെ മുൻപിൽ പതറിപ്പോകാതെ ചിരിച്ചുകൊണ്ട് രക്തസാക്ഷിത്വം വരിക്കുവാനായി മുൻപോട്ട് വീണ് മരിക്കുന്നത്. അനേകർ ചരിത്രം പറയുവാൻ സമയം അനുവദിക്കാത്തതുകൊണ്ട് ആ ഭാഗം ഞാൻ വിടുകയാണ്. ദൈവമക്കളെ, ഈ പീഡനത്തിന്റെ നടുവിൽ തകർന്നു പോകാതെ മുൻപോട്ട് വരുന്നതിന്റെ പിന്നുള്ളതായിരിക്കുന്ന കാരണം വിശ്വാസത്തിൽ മരിച്ച വിശുദ്ധന്മാർക്ക് ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ട്. അവരെ രൂപാന്തര അനുഭവത്തിൽ ഉയർത്തെഴുന്നേറ്റ് നിത്യത്തിലേക്ക് പ്രവേശിപ്പിക്കുന്ന കർത്താവിന്റെ പുനരാഗമനത്തിൽ അവർ വിശ്വസിക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, വിശ്വാസത്തിൽ മരിച്ചവരുടെ പ്രത്യാശ ഇല്ലാതായി പോകും കർത്താവിന്റെ മടങ്ങിവരവ് സംഭവിക്കാതിരുന്നാൽ. അതുകൊണ്ട് ദൈവമക്കളെ, വിശ്വാസത്തിൽ മരിച്ച, പീഡനം അനുഭവിച്ച, പ്രതികൂലത്തിൽ രക്തസാക്ഷികളായി വീണ് മരിച്ച അവരുടെ വിശ്വാസം നഷ്ടപ്പെട്ടു പോകും, അസ്ഥാനത്തായി പോകും എന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് കർത്താവ് മടങ്ങി വരും, അവരുടെ പ്രത്യാശ പൂർണ്ണമാക്കപ്പെടുന്നതിന് വേണ്ടി. മൂന്നാമതായി, യഹൂദന്റെ ഭാവി ഇരുളടഞ്ഞതായി മാറും. ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ ശക്തിയായി നിൽക്കുന്നത് യഹൂദനാണ്. ഇന്നത്തെ സംഭവങ്ങൾ നമുക്കറിയാം. ചരിത്രം പഠിക്കുന്ന, ഇന്നത്തെ സംഭവങ്ങൾ വിലയിരുത്തുന്ന ഏതൊരു ദൈവമക്കൾക്കും അറിയാം, യഹൂദൻ ഇന്ന് അജയ്യ ശക്തിയായി നിൽക്കുകയാണ്. യഹൂദനെ ഒഴിവാക്കിക്കൊണ്ട് ബൈബിൾ പറയാൻ സാധ്യമല്ല. ദൈവത്തിന്റെ പ്രത്യേക പ്ലാൻ യഹൂദനിലൂടെ നിവർത്തിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഞാൻ അതിന്റെ വിശദീകരണത്തിലേക്ക് അധികം പോകുന്നില്ല. ഇനി ലോകത്തിൽ ഏറ്റവും വലിയ സംഭവമായി മാറുന്നത് യഹൂദനെ സംബന്ധിച്ചുള്ള വിഷയങ്ങളാണ്. പശ്ചിമേഷ്യയിലെ പ്രശ്നങ്ങൾ നമുക്കറിയാം. അതുകൊണ്ട് യഹൂദന്റെ ഭാവി ഇരുളടഞ്ഞതായി മാറും കർത്താവ് മടങ്ങി വരാതിരുന്നാൽ. മാത്രമല്ല, നാലാമതായി ഒരു കാര്യം പറഞ്ഞ് ആ ഭാഗം നിർത്താൻ ആഗ്രഹിക്കുകയാണ്. ലോകത്തിന്റെ പ്രതീക്ഷ പൂർണ്ണമായി നഷ്ടപ്പെടും. റോമാലേഖനം നാം പഠിക്കുമ്പോൾ നമുക്കത് വ്യക്തമായി മനസ്സിലാക്കാനായിട്ട്, ലോകത്തിന്റെ മുഴുവൻ പ്രതീക്ഷയും യേശുക്രിസ്തു വരാതിരുന്നാൽ നഷ്ടപ്പെടും എന്ന് ദൈവജനം നമ്മെ പഠിപ്പിക്കുകയാണ്. റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യം മുതൽ, നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. സൃഷ്ടി ദ്രവത്വത്തിന്റെ ദാസ്യത്തിനുള്ള വിടുതലും ദൈവമക്കളുടെ തേജസ്സാകുന്ന സ്വാതന്ത്ര്യം പ്രാപിക്കും എന്നുള്ള ആശയോടെ മായയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു. മനഃപൂർവ്വമായിട്ടല്ല, അതിനെ കീഴ്പ്പെടുത്തിയവന്റെ കൽപ്പന നിമിത്തം അത്രേ സർവ്വ സൃഷ്ടിയിൽ ഇന്ന് വരെ ഒരുപോലെ ഞരങ്ങി ഈറ്റുനോവോടിരിക്കുന്നു എന്ന് നാം അറിയുന്നു. ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചിരിക്കുന്ന നാമും നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിന് കാത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങുന്നു. പ്രത്യാശയാലല്ലോ നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. കാണുന്ന പ്രത്യാശയല്ല. ഒരുവൻ കാണുന്നതിനായി പ്രത്യാശിക്കുന്നു എങ്കിൽ എന്തിന്? നാം കാണാത്തതിനായി പ്രത്യാശിക്കുന്നു എങ്കിലോ അതിനായി ക്ഷമയോടെ കാത്തിരിക്കുന്നു. അപ്പോൾ ഇവിടെ ലോകത്തിന് വലിയ പ്രതീക്ഷയുണ്ട്, ദൈവമക്കൾക്കൊരു പ്രതീക്ഷയുണ്ട്. ഈ ദ്രവത്വമുള്ള അദ്രവത്വത്തെ പ്രാപിക്കുക, അത് കർത്താവിന്റെ പുനരാഗമനത്തിലാണ്. മാത്രമല്ല, എഫേസ് ലേഖനം 1-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ, അത് സ്വർഗത്തിലും ഭൂമിയിലുള്ളതെല്ലാം പിന്നെ ഈ ക്രിസ്തുവിൽ ഒന്നായി ചേർക്ക എന്നിങ്ങനെ കാലസമ്പൂർണതയിലെ വ്യവസ്ഥയ്ക്കായിക്കൊണ്ട് തന്നെ, അത് സ്വർഗത്തിലും ഭൂമിയിലും ഉള്ളതെല്ലാം പിന്നെയും എന്നുള്ള പദം ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് കടന്നു വരണം. പാപം പ്രവേശിക്കുന്നതിന് മുമ്പ് ഏതെന്നുണ്ടായിരുന്ന ദൈവിക സംസർഗത്തിൻ്റെതായിരിക്കുന്ന ആത്മീക പൂർണ്ണതയുടെ ഒരു അനുഭവമുണ്ട്. ആ പാപം ചെയ്തത് മൂലം ആ അനുഭവം നഷ്ടപ്പെട്ടു പോയി. അതിലേക്ക് മടങ്ങി വരുന്ന ഒരു അനുഭവത്തെ കുറിച്ചാണ് ഇവിടെ രേഖപ്പെടുത്തിയത്. അത് സ്വർഗത്തിലും ഭൂമിയിലും ഉള്ളതെല്ലാം പിന്നെ ഈ ക്രിസ്തുവിൽ ഒന്നായി ചേർക്കുക എന്നിങ്ങനെ കാലസമ്പൂർണതയിലെ വ്യവസ്ഥയ്ക്കായിക്കൊണ്ട് തന്നെ, കാലത്തിന്റെ സമ്പൂർണതയിൽ പൂർണ്ണമാക്കപ്പെടേണ്ടതായിട്ടുള്ള ദൈവത്തിന്റെ ഒരു വ്യവസ്ഥയുണ്ട്. അതെന്താണെന്നറിയാമോ? എല്ലാ ക്രിസ്തുവിൽ ഒന്നായി ചേർക്കുക എന്നുള്ളതാണ്. ക്രൂശിൽ കർത്താവ് പറഞ്ഞു, എല്ലാം നിവൃത്തിയായി. ദൈവിക പദ്ധതിയിൽ പൂർണ്ണമാക്കപ്പെടും. മനുഷ്യവർഗത്തിന്റെ വീണ്ടെടുപ്പ് മാത്രമല്ല, ഈ ലോകത്തിന്റെ ഒരു വീണ്ടെടുപ്പുണ്ട്. അതും പൂർണ്ണമാക്കപ്പെടണമെങ്കിൽ യേശു ക്രിസ്തു ലോകത്തിൽ മടങ്ങി വന്നേ മതിയാകുകയുള്ളൂ. അപ്പോൾ യേശു ക്രിസ്തു വരാതെയിരുന്നാൽ ബൈബിൾ തെറ്റാണെന്ന് സമ്മതിക്കേണ്ടതായിട്ട് വരും. മാത്രമല്ല, വിശ്വാസത്തിൽ മരിച്ച, പീഡനം അനുഭവിച്ച് പീഡിപ്പിക്കപ്പെട്ട രക്തസാക്ഷികളായി വീണു മരിച്ചവരുടെ ഭാവി പ്രത്യാശ നഷ്ടപ്പെട്ടു പോകും. യഹൂദന്റെ ഭാവി ഇരുളടഞ്ഞതായി മാറും. മാത്രമല്ല, ലോകത്തിന്റെ പ്രതീക്ഷ നഷ്ടപ്പെടും. ലോകം മുഴുവൻ യേശുക്രിസ്തു വീണ്ടെടുപ്പിന് വേണ്ടി കാത്തിരിക്കുകയാണ്. അതുകൊണ്ട് ഈ വിധമായിരിക്കുന്ന വിഷയങ്ങൾ പൂർണ്ണമാക്കപ്പെടുവാനായി കർത്താവ് മടങ്ങി വന്നേ മതിയാകുകയുള്ളൂ. യേശുക്രിസ്തുവിന്റെ 3 പ്രത്യക്ഷത, അവൻ പ്രത്യക്ഷനായി, 2 പ്രത്യക്ഷനാകുന്നു, ഇപ്പോൾ അവൻ പ്രത്യക്ഷനാകും. അതിലൂടെ 9 കാര്യങ്ങൾ പൂർണ്ണമാക്കപ്പെടുകയായിരുന്നു.
അവൻ വരാതിരുന്നാൽ വരുന്നതിനെ അക്ഷരികമായി നിഷേധിക്കുന്നതായിട്ടുള്ള ചിന്തകൾ അത് ഓർമ്മപ്പെടുത്തി. വരാതിരുന്നാൽ എന്ത് സംഭവിക്കും എന്ന് ഞാൻ ഓർപ്പെടുത്തി. ആകയാൽ അവന്റെ വരവിന് വേണ്ടി പ്രത്യാശയോടെ നമുക്ക് കാത്തിരിക്കാം. അനുവദിച്ച സമയത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ശ്രദ്ധിച്ച എല്ലാ ദൈവമക്കളും ഈ പ്രത്യാശയിൽ കർത്താവിന്റെ പുനരാഗമനത്തിന്റെ വലിയ പ്രത്യാശ ജീവിതം മുൻപോട്ട് നയിക്കാൻ കർത്താവെ ഞാനിതാ എന്നെ നിന്റെ പാദപീഠത്തിൽ സമർപ്പിക്കുന്നു എന്ന് പൂർണ്ണമായി സമർപ്പിക്കാം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുമാറാകട്ടെ.